ഈ ഒരു ലെക്ചറിലെ ടോപ്പിക്ക് വന്നിട്ട് മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഇൻ ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ്. നിങ്ങളുടെ മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്ന സെക്ഷനിലെ രണ്ടാമത്തെ ചാപ്റ്ററാണിത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മാനേജ്മെൻറ്റ് ഓഡിറ്റ് പല പല ഫംഗ്ഷനിൽ എത്രത്തോളം ഉപയോഗിക്കാനായിട്ട് പറ്റും, അല്ല പല പല കാര്യങ്ങളുണ്ടല്ലോ നമ്മളെ ഓർഗനൈസേഷനിൽ, അതിനൊക്കെ എത്രത്തോളം നമ്മൾ മാനേജ്മെൻറ്റ് ഓഡിറ്റിനെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഓഡിറ്റിൻ്റെ പല വെറൈറ്റീസാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അതിനു മുമ്പിട്ട് രണ്ട് ടോപ്പിക്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവും മറ്റൊന്ന് കോർപ്പറേറ്റ് കൾച്ചർ. അപ്പോൾ നമ്മൾ മനുഷ്യരെന്ന രീതിക്ക് കുറേയധികം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുള്ള മനുഷ്യരാണല്ലോ നമ്മൾ. ചിലരുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, കുറേയധികം സ്ഥലം കാണാനായിട്ട് പോകണം. എനിക്ക് ഒത്തിരി ട്രാവലിംഗ് ഇഷ്ടമാണെന്ന് പറയുന്ന മനുഷ്യന്മാരുണ്ട്. ചിലർക്ക് വായ്ക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കണം, നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. ചിലർ എനിക്ക് ഒത്തിരി കാശ് വേണം, കാശാണ് എല്ലാം എന്ന് ഉദ്ദേശിക്കുന്ന മനുഷ്യരുണ്ട്. പിന്നെ ചിലർ എനിക്കൊരു നല്ല മനുഷ്യനായിട്ടിരിക്കണം. പിന്നെ ചിലർ വന്നിട്ട് സ്പിരിച്വാലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇങ്ങനെ പല മനുഷ്യരും പല രീതിക്കാണ്. ഇതേ കണക്ക് തന്നെയാണ് ബിസിനസ്. ഓരോ ബിസിനസ്സിൻ്റെയും ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് പലതാണ്, അവരുടെ ഗോൾസ് എന്ന് പറയുന്നത് പലതാണ്. അപ്പോൾ ബിസിനസ് ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, ചില ബിസിനസ്സിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പൈസ 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 ഉണ്ടാക്കിയാൽ മതി, എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയാൽ മതി, സ്കാം ആയാലും ഫ്രോഡ് ആയാലും എന്ത് ചെയ്താലും മതി. ഓക്കെ, സോ അത്തരത്തിലുള്ള ബിസിനസ് ചിലപ്പം കുറച്ച് കാലം നിലനിൽക്കത്തുള്ളൂ. ചില ബിസിനസ് മൈ കസ്റ്റമർ ഈസ് എവറിത്തിങ്, കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യുക, ഈ പ്രകൃതിക്ക് ദോഷമൊന്നുമില്ലാതെ സസ്റ്റൈനബിളായിട്ട് ലോങ് ടേമിലേക്ക് ബിസിനസ് നടത്തുക, ഇതായിരിക്കും മറ്റ് ചില ബിസിനസ്സിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ബിസിനസ്സിൻ്റെ ഉദ്ദേശം ഡിഫേഴ്സ്. അപ്പോൾ ഓരോ ബിസിനസ്സും അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്ന ഭയങ്കര വലിയ ഗോൾസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ്സ് ആർ നത്തിങ് ബട്ട് ബിഗ് ഗോൾസ് സെറ്റ് ബൈ ദ enterprises for themselves, അല്ലെങ്കിൽ കമ്പനീസ് ഫോർ themselves എന്ന് പറയാം. ദീസ് ആർ ദ ബിഗ് ഗോൾസ് ദാറ്റ് എ കമ്പനി സെറ്റ്സ് ഫോർ ഇറ്റ് സെൽഫ്. കമ്പനി സ്വന്തമായിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യുകയാണ്, അതിന് കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയാം. നിങ്ങൾ പരീക്ഷ ജയിക്കണം, CMA ആവണമെന്നൊരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുകയാണ്, നിങ്ങളൊരു വലിയ ലക്ഷ്യം സെറ്റ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ കമ്പനി ഇവിടെ ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുകയാണ്. ദീസ് ഒബ്ജക്റ്റീവ്സ് ഗിവ് ഡയറക്ഷൻ ടു ദ കമ്പനി. ഇപ്പോൾ CMA ആവണമെന്ന് ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, ഒരു ദിശാബോധം. പറയത്തില്ല, നമ്മളെ അച്ഛനും അമ്മയും കുഞ്ഞിലെ എൻ്റെ അടുത്തൊക്കെ എൻ്റെ അച്ഛനും അമ്മയും ചോദിക്കായിരുന്നു, ഇങ്ങനെ കറങ്ങി കിടക്കുമ്പോൾ, നിനക്ക് ജീവിതത്തിൽ വല്ല ലക്ഷ്യമുണ്ടോ, നിനക്ക് ജീവിതത്തിൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയോ, നിനക്കൊരു ദിശാബോധമുണ്ടോ. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കേൾക്കുമായിരുന്നു. അതേപോലെ ഇവിടെ കോർപ്പറേറ്റിന് ഒരു ലക്ഷ്യമില്ലാത്തവന് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഫോർ എക്സാമ്പിൾ, നമുക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, നമ്മൾ കറങ്ങി തിരിഞ്ഞിങ്ങനെ വട്ടം തിരിഞ്ഞ് നടക്കത്തേ ഉള്ളൂ. പക്ഷേ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്, ലക്ഷ്യമുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് കറക്റ്റായിട്ട് അങ്ങോട്ട് സഞ്ചരിക്കാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഗിവ് ഡയറക്ഷൻസ് ടു ദ കമ്പനി. അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒബ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ദിശാബോധമുണ്ട്. അപ്പോൾ എങ്ങോട്ട് പോകണമെന്നറിയാം, ഏത് രീതിക്ക് ഡിസിഷൻസ് എടുക്കണമെന്നറിയാം, ഏത് രീതിക്ക് ആക്ഷൻസ് ചെയ്യണമെന്നറിയാം. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ആർ നത്തിങ് ബട്ട് ബിഗ് ഗോൾസ് വിച്ച് ദ കമ്പനി സെറ്റ്സ് ഫോർ ഇറ്റ് സെൽഫ്. കമ്പനി സെറ്റ് ചെയ്യുന്ന ഒരു എയിം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയാം. ഇറ്റ് ഗീവ്സ് ഡയറക്ഷൻസ് ദ കമ്പനി. ഏത് രീതിക്ക് പ്രവർത്തിച്ചാലാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരേണ്ടത്, അത്തരത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡയറക്ഷൻ, ദിശാബോധം ഈ കമ്പനിക്ക് കിട്ടും. കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ് നമ്മൾ പഠിച്ചു. കോർപ്പറേറ്റ് കൾച്ചർ എന്താണെന്ന് നോക്കാം. എന്താണ് ഈ കോർപ്പറേറ്റ് കൾച്ചർ? നമുക്ക് എല്ലാവർക്കും ഒരു കൾച്ചറുണ്ട്, സിവിക് സെൻസ് ഉണ്ട്. നമ്മളെല്ലാവരും ഒരു കൾച്ചർ, നമ്മൾ പല മനുഷ്യരും പല രീതിക്കാണ്, പല കമ്പനിയും പല രീതിക്കാണ്. അപ്പോൾ പൈസ പൈസ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യൻ, അയാളാണെങ്കിൽ പലതരത്തിലുള്ള ഫ്രോഡിൽ ഏർപ്പെടും, ക്രൈംസിൽ ഏർപ്പെടും, എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയാൽ മതി. അതെനിക്ക് കമ്പനി അങ്ങനെ എന്തെങ്കിലും പ്രോഫിറ്റ് മാത്രം നോക്കി നടന്നു കഴിഞ്ഞാൽ അവിടെയും ഫ്രോഡും പരിപാടി നടത്താനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ഒബ്ജക്റ്റീവിനനുസരിച്ചിരിക്കും ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി, അതുപോലെ തന്നെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് അനുസരിച്ചിരിക്കും കമ്പനീൻ്റെ കൾച്ചർ. സോ ഇറ്റ് ക്യാൻ ബി സെഡ് ആസ് എ പേഴ്സണാലിറ്റി ഓഫ് എ കമ്പനി. ഒരു കമ്പനീൻ്റെ പേഴ്സണാലിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് കമ്പനീസ് വേ ഓഫ് ഡൂയിങ് തിങ്സ്. ആ കമ്പനി എത്തരത്തിലാണോ കാര്യങ്ങൾ ചെയ്യുന്നത് അതിനെയാണ് എന്തെന്ന് പറയുന്നത്, കമ്പനീസ് കൾച്ചർ എന്ന് പറയുന്നത്. അത് എത്തരത്തിലാണ് അതിൻ്റെ കൺസ്യൂമേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നത്. മീൻസ് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ വെറുതെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാതെ വിടുന്ന ഒരു കമ്പനി ആവാം. അല്ലെങ്കിൽ ആ കംപ്ലയിൻറ്റിനെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിട്ട് അതിന് പെട്ടെന്ന് തന്നെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്ന ഒരു കമ്പനിയാവാം. എംപ്ലോയീസിനെ അടിമകൾ പോലെ പണിയിപ്പിക്കുന്ന ഒരു കമ്പനിയാവാം. അവർക്ക് ബ്രേക്സ് കൊടുക്കത്തില്ല, അവർ വെൽഫെയർ കാര്യങ്ങൾ നോക്കത്തില്ല, PF പൈസ പോലും സമയത്ത് അടയ്ക്കത്തില്ല, അങ്ങനെയുള്ള കമ്പനിയാവാം. അല്ലെങ്കിൽ എംപ്ലോയീസിനെ പൊന്നുപോലെ സൂക്ഷിക്കുന്ന കമ്പനിയാവാം. ചില ബിസിനസ്സുകാർ പറയത്തില്ല, വി ടേക്ക് കെയർ ഓഫ് അവർ എംപ്ലോയീസ് ടേക്ക് കെയർ ഓഫ് അവർ ബിസിനസ്. അങ്ങനെയുള്ള കമ്പനികളും ഉണ്ട്. അപ്പോൾ ഒരു കമ്പനീൻ്റെ ഒബ്ജക്റ്റീവായിട്ട് വളരെ ക്ലോസ് റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യമാണ് കമ്പനീൻ്റെ കൾച്ചർ. കമ്പനി കൾച്ചർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി പോലെ കമ്പനിക്ക് ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, അതാണ് കമ്പനീസ് കൾച്ചർ. ഇറ്റ്സ് എ കമ്പനീസ് വേ ഓഫ് ഡൂയിങ് തിങ്സ്. ഹൗ ഇറ്റ് ട്രീറ്റ്സ് കൺസ്യൂമേഴ്സ്, ഹൗ ഇറ്റ് ട്രീറ്റ്സ് സൊസൈറ്റി, ഹൗ ഇറ്റ് ട്രീറ്റ്സ് ഇറ്റ്സ് എംപ്ലോയീസ്. ഇതിനെയൊക്കെയാണ് നമ്മൾ കമ്പനി കൾച്ചർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ചില കമ്പനികളുടെ പേഴ്സണാലിറ്റി കൊള്ളത്തില്ല. നമുക്ക് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ വി ക്യാൻ സീ മെനി കമ്പനി വിച്ച് ഡിഡ് ഫ്രോഡ്. സത്യം കമ്പ്യൂട്ടേഴ്സ് പോലുള്ള കമ്പനി, നമ്മളിപ്പോഴും ആ കമ്പനി വിശ്വസിക്കും. നമുക്കറിയാം അവിടുത്തെ കമ്പനി കൾച്ചർ കൊള്ളത്തില്ല, എന്താണ് ചീത്ത കൾച്ചറാണെന്ന് നമുക്കറിയാം.
ഇതേ കണക്കാണ് ഒരു കമ്പനിയുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ കൾച്ചറും അതിൻ്റെ ഒബ്ജക്റ്റീവ്സും നമുക്ക് എന്താണെന്ന് മനസ്സിലായി. ഇനി കോർപ്പറേറ്റ് സർവീസസ് ഓഡിറ്റ്. ഒരു കമ്പനി ധാരാളം സർവീസുകൾ കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ വിചാരിക്കും സർവീസ് എൻറ്റിറ്റികൾ മാത്രമല്ല സർവീസ് കൊടുക്കുക. അല്ല, സർവീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് കുറേ കാര്യങ്ങൾ ഉൾപ്പെടും. ഒരു കമ്പനി ഒരു സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അവിടെ ആൾക്കാർക്ക് ജോലി കൊടുക്കുമ്പോൾ തന്നെ അത് സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ്. കുറേ ആൾക്കാർക്ക് ജോലി കിട്ടുന്നു, അവരുടെ കുടുംബം കഴിയുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ നേഷൻസ് ഡെവലപ്മെൻറ്റ്, ഇറ്റ്സ് ഗ്രോത്ത്, എക്കോണമി നന്നാവുന്നു. അതുപോലെ കമ്പനി അറിഞ്ഞോ അറിയാതെ തന്നെ കുറേ സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇനി അത് കൺസ്യൂമേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ ആവട്ടെ, നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് കിട്ടുന്നു, കസ്റ്റമർ ഹാപ്പി ആവുന്നു, കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കുന്നു, കൂടുതൽ പേർക്ക് റെഫർ ചെയ്യുന്നു, കമ്പനിയുടെ ബിസിനസ് വളരുന്നു. അതുപോലെ തന്നെ ആഫ്റ്റർ സെയിൽ സർവീസ്. പലപ്പോഴും നമുക്കിപ്പോൾ അറിയാം, ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമർ കെയർ വിളിക്കാം. അപ്പോൾ കസ്റ്റമർ കെയർ ഒരു അഡീഷണൽ സർവീസാണ് നമുക്ക് കമ്പനി തരുന്നത്, ഇല്ലേ? അപ്പോൾ ഇതുപോലെ പല സർവീസുകൾ നമ്മളെ കമ്പനി തരുന്നുണ്ട്. ഇത്തരത്തിലുള്ള സർവീസുകളുടെ ഒരു ക്വാളിറ്റി ചെക്ക്, ഇതിനാണ് എന്തെന്ന് പറയുന്നത്, കോർപ്പറേറ്റ് സർവീസ് ഓഡിറ്റ് എന്ന് പറയുന്നത്. വാട്ട് യു മീൻ ബൈ കോർപ്പറേറ്റ് സർവീസ് ഓഡിറ്റ്? ഇറ്റ് ഇസ് ദ ഇവാലുവേഷൻ ഓഫ് ഹൗ വെൽ എ കമ്പനി സേവ്സ് ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് ഉള്ള എല്ലാ മനുഷ്യരെയും നമുക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയാം. അതാണ് ഷെയർ ഹോൾഡറും സ്റ്റേക്ക് ഹോൾഡറും തമ്മിലുള്ള വ്യത്യാസം. ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസ്സിൽ ഓണർഷിപ്പ് ഓൺ ചെയ്യുന്ന ആൾക്കാരാണ് ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, മെയിൻലി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മൾ ബിസിനസ്സിൽ ആർക്ക് താല്പര്യമുണ്ട് അവരെ നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയും. ഗവൺമെൻറ് നമ്മളെ ബിസിനസ് താല്പര്യമുണ്ട് കാരണം അവർക്ക് ടാക്സ് വേണം. എംപ്ലോയീസ് നമ്മളെ ബിസിനസ്സിൽ താല്പര്യമുണ്ട് കാരണം അവർ ശമ്പളം കിട്ടുമോ ഇല്ലയെന്ന് അറിയണം, ശമ്പളം കൂടുതൽ ചോദിക്കാൻ അർഹതയുണ്ടോ എന്ന് അറിയണം. ഓക്കെ, ഓണേഴ്സ് അവർക്ക് അറിയണം കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടോ. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ അറിയുന്ന എല്ലാ നമ്മളെ ബിസിനസ് താല്പര്യമുള്ള എല്ലാ മനുഷ്യരും നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയും. അപ്പോൾ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയൊക്കെ ഒരു കമ്പനി എത്തരത്തിലാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഇതിൻ്റെ ഒരു ഇവാലുവേഷൻ ആണെന്ന് പറയുന്നത് കോർപ്പറേറ്റ് സർവീസസ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് ക്വാളിറ്റി ചെക്ക് ഓഫ് കമ്പനി സർവീസസ്. കമ്പനി എന്തൊക്കെ സേവനങ്ങൾ കൊടുക്കുന്നു അതിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി ചെക്ക്, അതിനെ കോർപ്പറേറ്റ് സർവീസ് ഓഡിറ്റ് എന്ന് പറയാം. ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് ഫോക്കസിങ് ഓൺ പ്രോഫിറ്റ്സ്, ഇറ്റ് ലുക്സ് അറ്റ് ഹൗ കമ്പനീസ് ഇംപ്രൂവിങ് പീപ്പിൾസ് ക്വാളിറ്റി ഓഫ് ലൈഫ് ആൻഡ് സൊസൈറ്റി ഇൻ ജനറൽ. അപ്പോൾ ഇവിടെ ലാഭം മാത്രമല്ല കോർപ്പറേറ്റ് സർവീസ് ഓഡിറ്റിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക, ഒരു കമ്പനി ഒരു സമൂഹത്തിൻ്റെ ബെറ്റർമെൻറ്റിന് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കുന്നു, നല്ല പ്രൊഡക്ട്സ് ആണോ കൊടുക്കുന്നത്, ആ കൺസ്യൂമേഴ്സിനെ അത് എത്തരത്തിൽ ബാധിക്കുന്നു, ഈ ആൾക്കാരുടെ ജീവിത നിലവാരം എത്തരത്തിൽ ഈ കമ്പനി കൊണ്ടുവരുന്നു. ഫോർ എക്സാമ്പിൾ ജിയോ എന്ന് പറയുന്ന കമ്പനി, അപ്പം നിങ്ങൾ ഈ വീട്ടിലിരുന്ന് മൊബൈൽ ഡേറ്റ വഴിയാണ് ഇത് കാണുന്നതെങ്കിൽ ആ ഒരു റെവല്യൂഷൻ കൊണ്ടുവരാൻ സാധിച്ചത് ജിയോ എന്ന് പറയുന്ന കമ്പനി കാരണമാണ്. ഇറ്റ് ഈസ് ഇമ്പാക്ടിങ് പീപ്പിൾസ് ലൈഫ്, ഇറ്റ് ഇംപ്രൂവ് ദ സൊസൈറ്റി ഇൻ ജനറൽ. ബിസിനസ് ഇ കോമേഴ്സ് ഒക്കെ ഭയങ്കരമായിട്ട് വളർന്നു, എസ്പെഷ്യലി എടെക് അതുപോലുള്ള കമ്പനി എത്ര സ്റ്റാർട്ടപ്പുകളാണ് വന്നു, ഒരു റെവല്യൂഷൻ തന്നെ കൊണ്ടുവന്നില്ലേ. അപ്പോൾ ഒരു കമ്പനിയുടെ സർവീസസ് എത്തരത്തിലാണ് ആൾക്കാരുടെ ജീവിതത്തെ ഇമ്പാക്ട് ചെയ്യുന്നത്, ഒരു ക്വാളിറ്റി ചെക്ക് സർവീസസിന്, അതാണ് എന്തെന്ന് പറയുന്നത് കോർപ്പറേറ്റ് സർവീസ് ഓഡിറ്റ് എന്ന് പറയുന്നത്. It looks at the company is doing well in, it looks at whether the company is doing well in several areas. പല പല ഏരിയകളിൽ എത്തരത്തിലാണ് കമ്പനി വർക്ക് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ഇപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് കോർപ്പറേറ്റ് സർവീസ് ഓഡിറ്റ് നോക്കുകയാണെങ്കിൽ, ആർ ദ ഗെറ്റിംഗ് റൈറ്റ് പ്രൊഡക്ട്സ് അറ്റ് ദ റൈറ്റ് പ്രൈസ് ആൻഡ് റൈറ്റ് ക്വാളിറ്റി? കറക്റ്റായിട്ടുള്ള വിലയ്ക്കനുസരിച്ചുള്ള ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടുന്നുണ്ടോ? എംപ്ലോയീസ് അവർക്ക് നല്ല ശമ്പളം കിട്ടുന്നുണ്ടോ? സമയത്തിന് ജോലി ചെയ്യാനുള്ള ട്രെയിനിങ് കിട്ടുന്നുണ്ടോ? സേഫ്റ്റി എൻഷുർ ചെയ്യുന്നുണ്ടോ? അതുപോലുള്ള കാര്യങ്ങളാണ് എംപ്ലോയീസിനകത്ത് തോന്നുന്നത്. ഷെയർ ഹോൾഡേഴ്സ് അവർ ഇൻവെസ്റ്റ് ചെയ്തതിന് തക്കതായ റിട്ടേൺ കിട്ടുന്നുണ്ടോ? കമ്മ്യൂണിറ്റി, പബ്ലിക് റിലേഷൻ, പൊല്യൂഷൻ ഉണ്ടാക്കുന്ന കമ്പനിയാണ്, ലാഭം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കോമ്പറ്റീറ്റേഴ്സ്, എത്തിക്സ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ കോമ്പറ്റീഷന് വേണ്ടിയിട്ട്? ഗവൺമെൻറ്, ലോസും റെഗുലേഷൻസും അനുസരിച്ചാണോ നമ്മൾ ബിസിനസ് നടത്തുക? ഇതെല്ലാം ഒരു കോർപ്പറേറ്റ് സർവീസ് ഓഡിറ്റിൽ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. പല പല പെർസ്പെക്റ്റീവ് നിന്ന്, കൺസ്യൂമർ പെർസ്പെക്റ്റീവ് നിന്ന് നല്ല ക്വാളിറ്റി സാധനം കറക്റ്റ് വിലയ്ക്ക് കിട്ടുന്നുണ്ടോ? എംപ്ലോയീസിൻ്റെ അടുത്തുനിന്നാണെങ്കിൽ വെൽഫെയർ, സേഫ്റ്റി, ട്രെയിനിങ്, പേ. ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് തന്നെ റിട്ടേൺ, കമ്മ്യൂണിറ്റിയുടെ സ്ഥലത്ത് തന്നെ പൊല്യൂഷൻ, പബ്ലിക് റിലേഷൻസ്. കോമ്പറ്റീറ്റർ, ഫെയർനെസ് ആൻഡ് എത്തിക്സ് ഇൻ ബിസിനസ്. ഗവൺമെൻറ്, ടാക്സസ്, റെഗുലേഷൻസ് കാര്യങ്ങളാണ് നോക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇഫ് എ കമ്പനി പ്രൊഡ്യൂസസ് സേഫ് ആൻഡ് ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ്, ട്രീറ്റ്സ് ഇറ്റ്സ് എംപ്ലോയീസ് വെൽ, ഫോളോ ദ റൂൾസ്, then we can say it is doing good corporate services. അല്ലെങ്കിൽ അത് ഗുഡ് കോർപ്പറേറ്റ് സർവീസിൻ്റെ ഒരു എക്സാമ്പിളാണ്. നല്ല രീതിക്ക് നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ചെയ്യുന്നു, എംപ്ലോയീസിനെ സേഫായിട്ടാണ് നോക്കുന്നത്, അതുപോലെ തന്നെ എല്ലാ റൂൾസും പാലിക്കുന്നുണ്ട്. നല്ലൊരു ഗുഡ് കോർപ്പറേറ്റ് സർവീസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും ആ കമ്പനി ചെയ്യുന്നത്. ഇറ്റ് മീൻസ് ദ കമ്പനി ഈസ് ഫുൾഫില്ലിങ് ഇറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റെസ്പോണ്ടിങ് ടു ദ നീഡ്സ് ഓഫ് സൊസൈറ്റീസ്. ഇപ്പോൾ സൊസൈറ്റീൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഈ കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഈ ഒരു ഓഡിറ്റിലൂടെ തെളിയിക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അതാണ് കോർപ്പറേറ്റ് സർവീസസ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ കോർപ്പറേറ്റ് ഡെവലപ്മെൻറ്റ് ഓഡിറ്റ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കോർപ്പറേറ്റ് ഡെവലപ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കോർപ്പറേറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നു. കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനി ഡെവലപ്പ് ചെയ്യണം. ഒരു വ്യക്തി എന്ന രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ ഡെവലപ്പ് ആവാൻ പറ്റും? നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം,
എന്താണ് എൻ്റെ സ്ട്രെങ്ത്ത്, എന്താണ് എൻ്റെ വീക്ക്നെസ് എന്ന് നോക്കാം. അപ്പോൾ എനിക്ക് എന്തൊക്കെയാണ് സ്ട്രെങ്ത്ത് എന്ന് ഞാനിങ്ങനെ ആലോചിക്കും. ഓക്കെ, ഇന്നതൊക്കെയാണ് എൻ്റെ സ്ട്രെങ്ത്ത്, ഞാൻ എഴുതി വെക്കും. വീക്ക്നെസ്സുകൾ എന്തൊക്കെയാണ്? എനിക്ക് ഇച്ചിരി അറിവ് കുറവുണ്ട്, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീക്ക്നെസ്സുകൾ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ ആസ് എ പേഴ്സൺ നമുക്ക് ഗ്രോ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ സ്ട്രെങ്ത്തുകൾ ഒന്നും കൂടെ നമുക്ക് മെച്ചപ്പെടുത്താം. നമ്മളെ സ്ട്രെങ്ത് ഏരിയാസ് എവിടെയാണോ അവിടെ കുറച്ചും കൂടെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് അതിനെ നന്നായിട്ട് മെച്ചപ്പെടുത്താം. നമ്മളെ വീക്ക് ഏരിയാസോ അതിനെ മെച്ചപ്പെടുത്തി ഒരു മീഡിയം ലെവലിലെങ്കിലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമ്മൾ വീക്ക്നെസ്സിലും വർക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഉള്ള സ്ട്രെങ്ത്തിൽ നമ്മൾ ബെറ്ററും ചെയ്യണം. എന്നാലും മാത്രമേ ആസ് എ പേഴ്സൺ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ അത് തന്നെയാണ് കമ്പനി ചെയ്യുന്നത്. കമ്പനി വിൽ സ്റ്റഡി ഇറ്റ്സ് വീക്ക്നെസ്സസ് ആൻഡ് ഇറ്റ്സ് സ്ട്രോങ്ങർ ഏരിയാസ്. എന്നിട്ട് എന്ത് ചെയ്യും, സ്ട്രോങ്ങർ ഏരിയാസിൽ നന്നായിട്ട് വർക്ക് ചെയ്യും, വീക്കർ ഏരിയാസിലും വർക്ക് ചെയ്ത് അതിന് മാനേജബിൾ ആയ രീതിയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ദിസ് ഈസ് എയിമിങ് അറ്റ് സംതിങ് ലോങ് ടേം. അത് ഷോർട്ട് ടേമിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യമല്ല, കൂടുതൽ കാലത്തേക്ക് നിലനിൽക്കാൻ വേണ്ടി കമ്പനി ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ കോർപ്പറേറ്റ് ഡെവലപ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. So under this audit, the company find out the weak and strong areas of the company. നമ്മൾ പറഞ്ഞതാണ്. This audit give insight on what to work on and what to fix. എന്തിനാണ് നമ്മൾ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? വീക്ക്നെസ്സുകളിലാണ് അല്ലേ? അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്? വീക്ക്നെസ്സുകൾ തന്നെയാണ്. അപ്പോൾ ഏത് ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വർക്ക് ചെയ്യേണ്ടതെന്നും ഏത് ഭാഗമാണ് നമുക്ക് ഫിക്സ് ചെയ്യേണ്ടതെന്നും അറിയാനായിട്ട് ഈ ഓഡിറ്റ് നമ്മളെ സഹായിക്കും. ഇറ്റ് വർക്ക്സ് ടു ഇംപ്രൂവ് ഓൺ വീക്ക് ഏരിയാസ്. വീക്കായിട്ടുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യും. ഇറ്റ് വർക്ക്സ് ടു മേക്ക് ഇറ്റ് സ്ട്രോങ്ങർ ഏരിയാസ് ഈവൻ ബെറ്റർ. നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള നമ്മുടെ സ്ട്രെങ്ത്തിനെ ഒന്നും കൂടെ നന്നാക്കാൻ വേണ്ടി നമ്മൾ വർക്ക് ചെയ്യും. ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ബിഹൈൻഡ് ദിസ് ഓഡിറ്റ് ഈസ് ലോങ് ടേം ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഷോർട്ട് ടേം അല്ല, നമ്മൾ ലോങ് ടേം വെച്ചിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഓഡിറ്റ് നടത്തുന്നത്. മീൻസ് നമ്മളെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ കൂടുതൽ കാലത്തേക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ഇത്തരത്തിലാണ് കോർപ്പറേറ്റ് ഓഡിറ്റ് ഡെവലപ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു 4 ടോപ്പിക്കിനകത്ത് വരുന്നുണ്ട്. കോർപ്പറേറ്റ് പ്ലാനിങ്ങിൻ്റെ ഒരു ചെക്ക് ലിസ്റ്റ് വരും, കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ്സ്, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, സ്പാൻ ഓഫ് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ്. 4 ടോപ്പിക്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യമേ പ്ലാനിങ്ങിനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും എത്തരത്തിലാണെന്ന് നോക്കാം. ആസ് എ കമ്പനി ഡൺ സ്വോട്ട് അനാലിസിസ്. എന്താണ് ഈ സ്വോട്ട് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വോട്ട് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ്. ഈ അനാലിസിസ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വീക്ക്നെസ്സുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടോ, ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിച്ചിട്ടുണ്ടോ? ഓക്കെ, സോ വാട്ട് ആർ ദ അങ്ങനെയല്ല, ഇങ്ങനെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ആദ്യമേ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ടോ, സ്വോട്ട് അനാലിസിസ് നടത്തിയിട്ടുണ്ടോ, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ്, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ആദ്യത്തെ ചോദ്യം, അല്ലെങ്കിൽ ആദ്യത്തെ ചെക്ക് ലിസ്റ്റ്. വാട്ട് ആർ ദ സ്ട്രോങ് ആൻഡ് വീക്ക് പോയിന്റ്സ് ഓഫ് ദ കമ്പനി. കമ്പനി മനസ്സിലാക്കി അതിൻ്റെ സ്ട്രോങ് ഏരിയാസ് ഏതൊക്കെയാണ്, വീക്ക് ഏരിയാസ് ഏതൊക്കെയാണ്. വാട്ട് ആർ ദ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗ്രോത്ത് ആൻഡ് ത്രെറ്റ്സ്. നമുക്ക് വളരാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് ആ വളരുമ്പോഴത്തേക്കും വരാൻ പറ്റുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇത് രണ്ടും മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇനി ഈ ത്രെറ്റുകൾ ഡീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും പ്ലാനുകളുണ്ടോ? അതുപോലെ തന്നെ നമുക്ക് വളരാനുള്ള സാഹചര്യങ്ങൾ ആ കമ്പനി യൂസ് ചെയ്തിട്ടുണ്ടോ? അതാണ് ഡെൽറ്റ് വിത്ത് ത്രെറ്റ്സ് ആൻഡ് ടേക്കൺ യൂസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. വാട്ട് മെത്തേഡ് ഡസ് ദ കമ്പനി യൂസ് ഫോർ പ്ലാനിങ്. പ്ലാൻ ചെയ്യാൻ വേണ്ടി ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്? ആർ പ്ലാൻസ് ബേസ്ഡ് ഓൺ ഗുഡ് ഇൻഫർമേഷൻ. ഈ പ്ലാനുകൾ ഉണ്ടാക്കിയത് വേണ്ടിയിട്ട് നമ്മൾ ഡേറ്റ ഉപയോഗിച്ചിട്ടുണ്ടോ, അത് നല്ലതായിരുന്നോ, മീൻസ് റിലയബിൾ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആയിരുന്നോ? ആർ കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ്സ് വെൽ ഡിഫൈൻഡ്. മീൻസ് നമ്മളെ ലക്ഷ്യങ്ങൾ കറക്റ്റായിട്ടാണോ സെറ്റ് ചെയ്തിരിക്കുന്നത്? ഇതാണ് അതെന്ന് പറയുന്നത് ചെക്ക് ലിസ്റ്റ് ഓൺ കോർപ്പറേറ്റ് പ്ലാനിങ്. അത് കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ്സ്. ആർ കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ്സ് ക്ലിയർ. നമ്മൾ ലക്ഷ്യങ്ങൾ ക്ലിയർ ആണോ? ഫോർ എക്സാമ്പിൾ മേളിൽ ഇരിക്കുന്ന ആൾ തലയിൽ ചിന്തിച്ച ഒരു കാര്യമാണ്, പക്ഷേ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഏറ്റവും താഴെയുള്ള ലോവർ ലെവൽ മാനേജ്മെൻറ്റിന് മനസ്സിലായത് വേറെയാണ്, ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന്. അപ്പോഴത്തേക്കും ഇവർ രണ്ട് ഡയറക്ഷനിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഓർഗനൈസേഷണൽ ഗോൾ ഒരിക്കലും എത്തത്തില്ല. അപ്പോൾ എന്ത് പറ്റും? അതാണ് ഇവിടെ ചോദിക്കുന്നത്, ആർ കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ്സ് ക്ലിയർ. ഡു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കമ്പനി ഹാവ് ദെയർ ഓൺ ഒബ്ജക്റ്റീവ്. ഫോർ എക്സാമ്പിൾ HR-ന് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടോ, നമ്മൾ എംപ്ലോയീസിന് നന്നായിട്ട് നോക്കണം. ഫിനാൻസ്, ഇറേഴ്സ് കുറയ്ക്കണം, അക്കൗണ്ട്സ് പക്ക ആയിരിക്കണം. അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഒബ്ജക്റ്റീവ്സ് ഉണ്ടോ? ഹൗ ആർ ഒബ്ജക്റ്റീവ് ഡിഫൈൻഡ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റീവുകൾ സെറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ എത്തരത്തിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ആർ ഒബ്ജക്റ്റീവ്സ് റിട്ടൺ ഡൗൺ. അത് എഴുതിയാണോ അതോ മനസ്സിൽ വെച്ചേക്കുവാണോ എംപ്ലോയീസിൻ്റെ? ഈസ് ദെയർ ഫ്ലെക്സിബിലിറ്റി റെസ്പോണ്ട് ടു ചേഞ്ചസ്. എന്തെങ്കിലും ഒരു ചേഞ്ച് വരുമ്പോഴത്തേക്കും ആ ഒരു ഒബ്ജക്റ്റീവ് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് അഞ്ചാമത്തെ ചെക്ക് ലിസ്റ്റ്. ചെക്ക് ലിസ്റ്റ് ഓൺ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. എന്താണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി? ഫോർ എക്സാമ്പിൾ ഒരു മാനേജർക്ക് ചെയ്യേണ്ട ജോലി താഴെയുള്ള ആൾക്കാർക്ക് വീഴ്ച കൊടുക്കും, അതാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. ആർ ക്ലിയർ ലൈൻസ് ഓഫ് അതോറിറ്റി. ഇപ്പോൾ മാനേജർ ഉണ്ടോ, അപ്പോൾ ആരെയാണ് ഒരു സ്റ്റാഫ് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റാഫുണ്ട്, സ്റ്റാഫ് എ എന്ന് പറയുന്ന ആളുണ്ട്, ഇയാൾ എക്സ് എന്ന് പറയുന്ന ആൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ വയ്യുന്നു. അപ്പോൾ 2 മാനേജേഴ്സിന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇയാളൊരു പണിയെടുക്കും, അപ്പോഴത്തേക്ക് ഇയാളും വിളിച്ച് വേറെ പണിയെടുക്കും, അപ്പോഴത്തേക്ക് ഇയാൾക്ക് തന്നെ കൺഫ്യൂഷൻ ആയിപ്പോയി എന്ത് പണിയാണ് ഞാൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊന്നും സംഭവിക്കാൻ പാടില്ല. സോ ആർ ദെയർ ക്ലിയർ ലൈൻസ് ഓഫ് അതോറിറ്റി. ഈസ് അക്കൗണ്ടബിലിറ്റി ലിങ്ക് ടു അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവറാണ്. വിത്ത് പവർ കംസ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ എന്താണ്
ഒരാൾക്ക് ഒരു പവർ കൊടുത്തേക്കാന്ന് പറയാം, ക്യാഷ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്യാഷ് ഹാൻഡിൽ ചെയ്യുന്ന ആ പുള്ളിയാണ്. കാശ് ഹാൻഡിൽ ചെയ്യാനുള്ള പവർ പുള്ളീൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിനകത്ത് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. കാശ് പുള്ളി ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞ് തോന്നിയ കണക്കെടുത്ത് ചിലവാക്കാൻ പറ്റത്തില്ല. അതിന് കണക്കും കാര്യങ്ങളും വേണം, അതിന് അപ്രൂവൽസ് വേണം. അതാണ് അക്കൗണ്ടബിലിറ്റി ലിങ്ക് ടു അതോറിറ്റി. ആ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് അതോറിറ്റീസ് ഇൻ ഈച്ച് പൊസിഷൻ ക്ലിയർലി ഡിഫൈൻഡ് ഇൻ റൈറ്റിംഗ്. അപ്പോൾ ഓരോ ആളുടെയും അതോറിറ്റി മീൻസ് ഓരോ ആൾക്കുകളുടെയും പവർ, അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി, അത് എഴുതി തയ്യാറാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത്. ഈസ് നമ്പർ ഓഫ് അതോറിറ്റി ലെവൽസ് കെപ്റ്റ് ടു മിനിമം. ഇമാജിൻ ലൈക്ക് ഇഷ്ടമാതിരി മാനേജേഴ്സ് ഉണ്ട്, ഇഷ്ടമാതിരി കുറച്ച് സ്റ്റാഫേ ഉള്ളൂ. എന്തിനാണ് അതിൻ്റെ ആവശ്യം? മാനേജേഴ്സിന് എന്ത് ചെയ്യുക, മിനിമം ലെവലിൽ വെച്ചേക്കുക. അതാണ് ഈസ് ദ നമ്പർ ഓഫ് അതോറിറ്റീസ് ലെവൽ കപ്പ് ടു ബി മിനിമം. ആ ഡ്യൂട്ടീസ് അസൈൻ ടു സബോർഡിനേറ്റ്സ് ക്ലിയർ. നമ്മൾ താഴേക്ക് നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ആ കൊടുത്ത ജോലി ആ സബോർഡിനേറ്റ് മനസ്സിലായോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഈസ് റെസ്പോൺസിബിലിറ്റീസ് ഡെലിഗേറ്റഡ് ടു സബോർഡിനേറ്റ് അക്കൗണ്ടബിൾ. ഫോർ എക്സാമ്പിൾ, അതോറിറ്റി കൊടുക്കുമ്പോഴത്തേക്കും എന്തും കൊടുക്കണം, റെസ്പോൺസിബിലിറ്റിയും കൊടുക്കണം. ഇപ്പം നമ്മൾ താഴെയുള്ളൊരു സ്റ്റാഫിന് വേണ്ടിയിട്ട് ആ പുള്ളിയുടെ അടുത്തൊരു കാര്യം ചെയ്തുകൊണ്ട് വരാൻ പറയുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം എന്ത് ചെയ്യണം, പുള്ളിക്ക് തന്നെ കൊടുക്കണം. അതാണ് ഈ റെസ്പോൺസിബിലിറ്റീസ് ഡെലിഗേറ്റഡ് ടു സബോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളൊരു ടാസ്ക് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ എടുക്കണം, നിങ്ങൾ ജോലി മാത്രം ചെയ്തുകൊണ്ട് വന്ന് പറഞ്ഞാൽ ആ പുള്ളി എന്ത് ചെയ്യത്തില്ല, മര്യാദയ്ക്കൊന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് ഒരു ടാസ്ക് ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയും ട്രാൻസ്ഫർ ചെയ്യണം. ചെക്ക് ഓഫ് സ്പാൻ ഓഫ് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ്. എന്താണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനേജർക്ക് എഫക്റ്റീവായിട്ട് എത്ര പേരെ മാനേജ് ചെയ്യാൻ പറ്റും, അതാണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ ഇതാണ്, ഹാസ് ദ ഓർഗനൈസേഷൻ റെക്കഗ്നൈസ് സ്പാൻ ഓഫ് കൺട്രോൾ. മീൻസ് ഒരാൾക്ക് എത്ര പേരെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള സ്റ്റഡി നടത്തിയിട്ടുണ്ടോ. ഡസ് എവരി വൺ റിപ്പോർട്ട് ടു അറ്റ്ലീസ്റ്റ് വൺ സുപ്പീരിയർ. ഏതെങ്കിലും ഒരു സ്റ്റാഫ് ഉണ്ട്, പുള്ളി ഒരു മൂലയ്ക്ക് ഇരിക്കുക, ആരെയും റിപ്പോർട്ട് ചെയ്യുന്നില്ല, മാനേജറും ഇല്ല, ഒന്നുമില്ല, ഒരു പണി ആരും അസൈൻ ചെയ്ത് കൊടുക്കത്തില്ല, കമ്പനിക്ക് വളരെ നഷ്ടമാണ്. അപ്പം വി ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് എല്ലാവരും ഒരാളെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളത്. ഈസ് ദ അക്കൗണ്ടബിലിറ്റി ഓഫ് ഹയർ അതോറിറ്റീസ് ഇൻ ലൈൻ വിത്ത് പ്രാക്ടീസസ്. മീൻസ് നമ്മൾ ഓർഗനൈസേഷൻ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊസീജിയേഴ്സ് കാണും, പോളിസീസ് കാണും, ഈ രീതിക്കാണോ അവിടുത്തെ കാര്യങ്ങൾ നടന്നു പോകണം എന്നുള്ളതാണ്. ആർ ആക്ടിവിറ്റീസ് ആൻഡ് ഫംഗ്ഷൻസ് ഗ്രൂപ്പ് ഫോർ എഫിഷ്യൻസി. നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്, ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ ജോലികൾ ഭയങ്കര സിമിലർ ആണ്. അങ്ങനെയാണെങ്കിൽ വി ഷുഡ് കൺസോൾട്ട് ദാറ്റ് ആക്ടിവിറ്റി ആൻഡ് മേക്ക് വൺ പേഴ്സൺ ഇൻ ചാർജ് ഓഫ് ആക്ടിവിറ്റീസ്. ഒരു മാനേജർ വെക്കുക ഇതിന് രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ടി. അപ്പോൾ അത് കുറേയധികം എഫിഷ്യൻസി നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ആ റെസ്പോൺസിബിലിറ്റീസ് ഗ്രൂപ്പ് ടു എസ്റ്റാബ്ലിഷ് കൺട്രോൾ. സിമിലർ പോയിന്റ് തന്നെയാണ്. സോ ഇതാണ് ചെക്ക് ലിസ്റ്റുകൾ, ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേക്കുക. ഓക്കെ, സോ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കുക എന്തായാലും. ഓക്കെ, ജസ്റ്റ് വായിച്ചു വെച്ചിരുന്നാൽ മതി. എന്നിട്ട് നമുക്ക് എക്സാമിന് വരുമ്പോഴത്തേക്കും നമ്മളുടെ രീതിക്ക് ചിന്തിച്ച് എഴുതാം ചെക്ക് ലിസ്റ്റ്. ഓക്കെ, സോ അത് കഴിഞ്ഞു. ഇവാലുവേഷൻ ഓഫ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ്. എന്നാൽ ഈ പേഴ്സണൽ, ഓക്കെ, ഇതാണ് ഇങ്ങനെ എഴുതാം നമുക്ക്, NNEL. ഓക്കെ, സോ പേഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് ആണ്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ് ഓഡിറ്റാണ്, എങ്ങനെയാണ് മാനേജ്മെൻറ്റോട്ട് സഹായിക്കാം. പേഴ്സണൽ ഡെവലപ്മെൻറ്റ് മീൻസ് ട്രെയിനിങ് ഓഫ് മാനേജേഴ്സ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് ടു മീറ്റ് ദ കമ്പനീസ് പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ നീഡ്സ്. അപ്പോൾ കമ്പനിയുടെ ഇപ്പോഴത്തെയും അതുപോലെ തന്നെ ഭാവിയിൽ വരാനിരിക്കുന്ന ഹ്യൂമൻ റിസോഴ്സ് നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് പറയുന്നത് പേഴ്സണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വിത്ത് ദ എയിം ടു മേക്ക് എംപ്ലോയീസ് മോർ എഫിഷ്യൻറ്റ്, ലോയൽ ആൻഡ് ഹാർഡ് വർക്കിംഗ്. ഇറ്റ് ഈസ് ലോങ് ടൈം ഫോക്കസ്ഡ് ആൻഡ് കോൺട്രിബ്യൂട്ട്സ് ടു ഇൻഡിവിജ്വൽ ആസ് വെൽ ആസ് കമ്പനീസ് ഗ്രോത്ത്. പേഴ്സണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ സ്റ്റാഫിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക, അവരുടെ കാപ്പബിലിറ്റീസ് ഡെവലപ്പ് ചെയ്തെടുക്കുക, അവരുടെ നോളജ് ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇതിലൂടെ നമ്മൾ എന്താണ് എയിം ചെയ്യുന്നത്, നമ്മളെ കമ്പനിക്ക് നല്ല രീതിക്ക് നല്ല ലോയലായിട്ടുള്ള ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള എഫിഷ്യൻറ്റ് റിസോഴ്സസ്, ഹ്യൂമൻ റിസോഴ്സിനെ കിട്ടും. അതാണ് എന്തെന്ന് പറയുന്നത് പേഴ്സണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ട്രെയിനിങ് ഓഫ് മാനേജേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ടു മീറ്റ് കമ്പനീസ് പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ നീഡ്സ്. അത് ഇപ്പോഴത്തെ നീഡ്സ് അതുപോലെ തന്നെ ഭാവി വരാനിരിക്കുന്ന നീഡ്സിന് വേണ്ടിയിട്ട് നമ്മളെ ഹ്യൂമൻ റിസോഴ്സിനെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. വിത്ത് ആൻ എയിം ടു മേക്ക് എംപ്ലോയീസ് മോർ എഫിഷ്യൻറ്റ്, ലോയൽ ആൻഡ് ഹാർഡ് വർക്കിംഗ്. ഇത് ആർക്കാണ് ബെനിഫിഷ്യൽ, നമ്മളെ കമ്പനിക്കാണ് ബെനിഫിഷ്യൽ. ആൻഡ് ഇറ്റ് ഈസ് ലോങ് ടേം ഫോക്കസ്ഡ് ആൻഡ് കോൺട്രിബ്യൂട്ട്സ് ആൻ ഇൻഡിവിജ്വൽ ആസ് വെൽ ആസ് എ കമ്പനീസ് ഗ്രോത്ത്. ഇതും ഷോർട്ട് ടേമിന് വേണ്ടിയിട്ടുള്ള ലോങ് ടേം ഡെവലപ്മെൻറ്റാണ് നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനി ഇപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ ചോദിക്കത്തില്ല നിങ്ങൾ എത്ര നാളത്തേക്ക് ഈ കമ്പനി നിൽക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം ഏതൊരു കമ്പനി ചേരുമ്പോഴും അവർ നമ്മളെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കും. ഈവൻ ഒരു വർഷമൊക്കെ കഴിയുമ്പോഴായിരിക്കും അവർക്ക് ആക്ച്വൽ റിട്ടേൺസ് കിട്ടി തുടങ്ങുന്നത്. കാരണം അന്നേരമായിരിക്കും നമ്മൾ നോളജ് ഒരു മെച്യൂരിറ്റി ലെവലിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോഴാണ് അവർക്ക് ആക്ച്വൽ റിട്ടേൺസ്, നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് അവർ സത്യത്തിൽ ചെയ്യുന്നത്, ഇല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു പേഴ്സണൽ ഡെവലപ്മെൻറ്റിൻ്റെ ഇവാലുവേഷൻ ഓഫ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ്. എത്തരത്തിലാണ് ഇവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. പേഴ്സണൽ ഫംഗ്ഷൻ കവേഴ്സ് വേരിയസ് ആസ്പെക്ട്. പല കാര്യങ്ങൾ ഈ പേഴ്സണൽ ഫംഗ്ഷൻ കവർ ചെയ്യുന്നുണ്ട്. മാൻ പവർ പ്ലാനിങ്, റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. എത്തരത്തിലാണ് ഹ്യൂമൻ റിസോഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നത്, ആ ഒരു പ്രോസസ്സ്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, എംപ്ലോയി റെമ്യൂണറേഷൻ, കാശ് എത്ര കൊടുക്കുന്നുണ്ട്. പെർഫോമൻസ് അപ്രൈസൽ, എല്ലാ വർഷവും ഇവർ എക്സ്പെക്ടേഷൻ അനുസരിച്ച്, മാനേജ്മെൻറ്റ് എക്സ്പെക്ടേഷൻ അനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ അതിനുള്ള ഫീഡ്ബാക്ക് കൊടുക്കുക. എംപ്ലോയി സർവീസസ്, ഇൻഡസ്ട്രി റിലേഷൻസ്. ഓക്കെ, പേഴ്സണൽ ഫംഗ്ഷൻസ് ആണ് പറഞ്ഞത്. ഹൗ വാല്യുവേഷൻ ഈസ് ഡൺ. എത്തരത്തിലാണ് ഇവാലുവേഷൻ നടത്തുന്നത്. പ്രീ പ്ലാനിങ് ഫോർ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ, പുതിയൊരു
ടെക്നോളജിയെക്കുറിച്ച് നമ്മൾ ഓർഗനൈസേഷനിൽ ആൾക്കാർക്ക് പഠിപ്പിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യും. പ്രീ പ്ലാനിങ് ഫോർ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. ഐഡൻറ്റിഫൈങ് മാൻ പവർ നീഡ്സ് ഫോർ എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ പവർ ബി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വരുമ്പോഴത്തേക്കും പവർ ബി നമ്മളെ ബിസിനസ്സിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് പവർ ബി എല്ലാ എംപ്ലോയീസിനും പഠിപ്പിക്കണം. അത് പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ 1 മാസത്തിനുള്ളിൽ നമുക്ക് പഠിപ്പിക്കണം. 1 മാസത്തെ ഡ്യൂറേഷൻ വെച്ചിട്ട് ഈ എല്ലാ എംപ്ലോയീസിനും ട്രെയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ്, വി വോണ്ട് സ്റ്റാഫ്സ്. ഒരു 3-4 പവർ ബി അറിയാവുന്ന സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യാം. ഐഡൻറ്റിഫൈ മാൻ പവർ നീഡ്സ് ഫോർ എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അസസിങ് ഗ്യാപ്പ് ബിറ്റ്വീൻ ഫ്യൂച്ചർ നീഡ്സ് ആൻഡ് എക്സിസ്റ്റിംഗ് ടാലൻറ്റ്. ഓക്കെ, നമുക്ക് ഭാവിയിൽ ഫ്യൂച്ചറിൽ പവർ ബി ഇംപ്ലിമെൻറ്റ് ചെയ്യണം. പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാർക്ക് എന്ത് ചെയ്യത്തില്ല, പവർ ബി അറിയത്തില്ല. അപ്പോൾ ദർ ഇസ് എ നോളജ് ഗ്യാപ്പ്. ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. അപ്പോൾ ആൾക്കാരെ നമ്മൾ ഹയർ ചെയ്യുന്ന 4-5 പേരെ പവർ ബി ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ വെച്ചിട്ട് ക്ലാസ് എടുക്കുന്നു. മാൻ പവർ പ്ലാനിങ് വിത്ത് അപ്രോപ്രിയേറ്റ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. നമ്മളിത് പവർ ബി അവർക്ക് ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം അവർ ഓൺ ദ ഫ്ലോർ പോകുന്നു. അതിനുശേഷം ഈ ട്രെയിൻ ചെയ്ത ആൾക്കാരെ കൊണ്ടുവന്ന് നമ്മളൊരു റെക്കോർഡഡ് വെർഷനൊക്കെ ഉണ്ടാക്കി നമ്മളുടെ ലേണിംഗ് സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്യുന്നു. പുതിയ എംപ്ലോയീസ് വരുമ്പോൾ അത് പഠിപ്പിക്കുന്നു. ഇറ്റ് ഈസ് എ പ്രൊസീജിയർ അല്ലെങ്കിൽ ഓൺ ഗോയിങ് പ്രോഗ്രാം നമ്മൾ ചെയ്യുകയാണ് പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി. ഇതാണെന്ന് പറയുന്നത് ഇവാലുവേഷൻ ഓഫ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ്. ഇത്തരത്തിലാണ് നടക്കുന്നത്. നമ്മൾ എന്താണ്, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ട്രെയിനിങ് മാനേജേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ്. എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് ലോയൽ ഹാർഡ് വർക്കിംഗ് എഫിഷ്യൻറ്റ് സ്റ്റാഫിനെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ലോങ് ടേം ഇൻ നേച്ചറാണ്. ഇത്രയാണ് ഇവാലുവേഷൻ ഓഫ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ്. അടുത്ത കൺസ്യൂമർ സർവീസസ് ഓഡിറ്റ്. നമ്മൾ കോർപ്പറേറ്റ് സർവീസസ് ഓഡിറ്റ് പഠിച്ചില്ലേ, എന്നാൽ അത് ഇൻ ആൻ എൻറ്റയറിറ്റി സൊസൈറ്റിക്ക് മുഴുവൻ അല്ലെങ്കിൽ ആൾക്കാരുടെ മുഴുവൻ ജീവിതം എത്തത്തിലാണ് ഒരു കമ്പനി കോർപ്പറേറ്റ് ബെറ്റർ ചെയ്യുന്നത്. അതാണ് കോർപ്പറേറ്റ് സർവീസ് ഓഡിറ്റിൽ പഠിച്ചത്. കൺസ്യൂമർ സർവീസിൽ എവിടെയാണ് പഠിക്കുന്നത്? കൺസ്യൂമർ സർവീസ് ഓഡിറ്റിൽ ഒരു കൺസ്യൂമറിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ഒരു ഓർഗനൈസേഷൻ എത്തരത്തിലാണ് അവരുടെ ജീവിതത്തെ ഇമ്പാക്ട് ചെയ്യുന്നുള്ളതാണ് കൺസ്യൂമർ സർവീസസ് ഓഡിറ്റിനകത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം എത്തരത്തിലാണെന്ന്. കൺസ്യൂമർ സർവീസസ് ഓഡിറ്റ്. The primary responsibility of a business is towards the consumers. കറക്റ്റ് അല്ലേ നമ്മൾ പറയുന്നത്? ഒരു ബിസിനസ്സിൻ്റെ പ്രൈമറി ആയിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതിൻ്റെ കൺസ്യൂമേഴ്സിൻ്റെ അടുത്താണ്. ഓക്കെ, മിനിറ്റ്. കാരണം കൺസ്യൂമേഴ്സാണ് ഈ ബിസിനസ്സിന് നിലനിൽക്കാനായിട്ട് സഹായിക്കുന്ന മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ എന്ന് പറയുന്നത്. എന്താണ്, ഏതൊരു ബിസിനസ്സിനും കൺസ്യൂമേഴ്സാണ് കൊടുക്കുന്നത്. സോ ഈ ബിസിനസ് ഉത്തരവാദിത്തമുണ്ട്. എന്ത് ഉത്തരവാദിത്തമുണ്ട്? ഇറ്റ് ഹാസ് ദ റെസ്പോൺസിബിലിറ്റി ടു പ്രൊവൈഡ് റൈറ്റ് പ്രോഡക്റ്റ് ഓർ സർവീസ്. കറക്റ്റുള്ള പ്രോഡക്റ്റ്, കൺസ്യൂമർ ആവശ്യപ്പെടുന്ന കറക്റ്റ് പ്രോഡക്റ്റ് കൊടുക്കണം. അതും റൈറ്റ് ക്വാണ്ടിറ്റിയിൽ. 1 കിലോ എന്ന് പറഞ്ഞിട്ട് 1/2 കിലോ കൊടുക്കാൻ പാടില്ല. റൈറ്റ് ക്വാളിറ്റിയിൽ, പ്രീമിയം ക്വാളിറ്റി പറഞ്ഞിട്ട് റെഗുലർ ക്വാളിറ്റി കൊടുക്കാൻ പാടില്ല. കറക്റ്റ് പ്രൈസിൽ 1000 രൂപയുടെ സാധനം 10,000 രൂപയ്ക്ക് വില കൂട്ടിയൊന്നും വിൽക്കാൻ പാടില്ല. റൈറ്റ് ലൊക്കേഷനിൽ നമ്മൾ ഇത്ര സാധനം കൊടുക്കണം. സോ ഇതൊക്കെയാണ് ബിസിനസ്സിൻ്റെ കൺസ്യൂമറുമായിട്ട് വരുമ്പോഴുള്ള റെസ്പോൺസിബിലിറ്റി. എന്തൊക്കെ? റൈറ്റ് പ്രൊഡക്റ്റ് കൊടുക്കണം, റൈറ്റ് ക്വാണ്ടിറ്റി കൊടുക്കണം, ക്വാളിറ്റി കൊടുക്കണം, റൈറ്റ് പ്രൈസ്, റൈറ്റ് ലൊക്കേഷൻ. ഓക്കെ, സോ this audit emphasizes in business role in improving the quality of life through better products and services. നല്ല പ്രൊഡക്ട്സും സർവീസും കൊടുത്ത് ആൾക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ളതാണ് ഈ ഒരു ഓഡിറ്റിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇവാലുവേറ്റഡ് ഫ്രം 3 പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ 3 ആസ്പെക്ട്സിൽ നിന്നാണ് പലപ്പോഴും ഇത് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്. ഏതൊക്കെയാണ്? പ്രോഡക്റ്റ് റിലേറ്റഡ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് റിലേറ്റഡ് പോളിസി ആൻഡ് പ്രാക്ടീസസ് എന്ന ആസ്പെക്റ്റിൽ നിന്ന് ഇവാലുവേറ്റ് ചെയ്യും. കസ്റ്റമർ റിലേഷൻഷിപ്പിൽ നിന്നും മറ്റ് അതർ ജനറൽ കൺസിഡറേഷൻ. അത് നമുക്കൊന്ന് ഇൻഡെപ്ത് ആയിട്ട് നോക്കാം. പ്രോഡക്റ്റ് റിലേറ്റഡ് പോളിസീസ് ആൻഡ് പ്രാക്ടീസ്. ഡു ദ പ്രൊഡക്റ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് ദ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിൻ്റെ ആവശ്യം ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഒരു പ്രൊഡക്റ്റ്? ഫോർ എക്സാമ്പിൾ, ഞാനൊരു TV മേടിച്ചു. TVയുടെ ഉപയോഗം എന്താണ്? എനിക്ക് പല പ്രോഗ്രാംസ് കാണണം. ഈ പ്രോഡക്റ്റ് വെച്ചിട്ട് TV കാണാൻ പറ്റുന്നുണ്ടോ? അതോ രണ്ടാമത്തെ ദിവസം ചീത്തയായി പോവുകയാണ് ചെയ്യുന്നത്? അപ്പോൾ അത്തരത്തിൽ നമുക്ക് നോക്കാം കസ്റ്റമറുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ. ദ പ്രൈസ് റീസണബിൾ വിത്ത് ദ ക്വാളിറ്റി. ഒരു ക്വാളിറ്റി ഇല്ലാത്ത സാധനം ഭയങ്കര വിലയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ സീരിയസ്ലി ഇമ്പാക്ട് ദ കൺസ്യൂമർ. ആ ആൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവത്തില്ല. ഒരു നഷ്ടം എന്ന ഫീലിംഗ് പുള്ളിക്ക് തോന്നും. പുള്ളി ഒരിക്കലും റിട്ടേണിങ് കസ്റ്റമർ ആവത്തില്ല. സോ ദ പ്രൈസസ് റീസണബിൾ വിത്ത് ദ ക്വാളിറ്റി. നമ്മളെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള വിലയാണോ ഇട്ടേക്കുന്നത്, അല്ലെങ്കിൽ വിലയ്ക്ക് അനുസരിച്ചുള്ള ക്വാളിറ്റി പ്രൊഡക്റ്റിനുണ്ടോ? ഈസ് ദ പ്രോഫിറ്റ് റീസണബിൾ? ഇമാജിൻ ലൈക്ക് ഒരു പ്രൊഡക്റ്റ് അതിന് 100 രൂപയാണ്. അതിൻ്റെ മേളിൽ ഞാൻ 900 ഇട്ടിട്ട് 1000 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ ന്യായമായ ലാഭമാണോ? ഒരിക്കലും അല്ല. അതാണ് ഈസ് ദ പ്രോഫിറ്റ് റീസണബിൾ? പ്രൈസ് ഡിറ്റർമിൻഡ് മാർക്കറ്റ് ഓഫ് ഗവൺമെൻറ് പോളിസി. ചില പ്രൊഡക്റ്റുകളുണ്ട് അതിൻ്റെ വില ഗവൺമെൻറ് ആയിരിക്കും തീരുമാനിക്കുന്നത്, നമ്മളല്ല. ഓക്കെ, സോ റെസ്ട്രിക്റ്റഡ് അല്ലെങ്കിൽ അതിന് റെസ്ട്രിക്റ്റീവ് പ്രൈസിങ് ആണ്. ഗവൺമെൻറ് ആയിരിക്കും എന്ത് ചെയ്യുക അതിനെ നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ, അങ്ങനെ ഇപ്പം നിലവിൽ കൊമോഡിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ പറയാം മണ്ണെണ്ണ, ജസ്റ്റ് ചുമ്മാ, അല്ലെങ്കിൽ മണ്ണെണ്ണ അല്ലെങ്കിൽ പെട്രോൾ എന്നൊക്കെ പറയാം. അപ്പോൾ ഇത് ഗവൺമെൻറ് റെഗുലേറ്റഡ് ആണെന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. ഗവൺമെൻറ് പറയാം 1 ലിറ്ററിന് 100 രൂപ,
അങ്ങനെ ആ പൈസക്ക് നമ്മൾ വിറ്റോണം. അത് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അതാണ് ഗവൺമെൻറ് ഡിറ്റർമൈൻ പോളിസീസ്. ഇനി മാർക്കറ്റ് ഡിമാൻഡും സപ്ലൈ അനുസരിച്ച് വരുന്നതാണ് നമ്മൾ ഈ കാണുന്ന പല കാര്യങ്ങളും. ഒരു ഫ്രീ ഇക്കോണമിയിൽ പലപ്പോഴും എന്തായിരിക്കണം, ഡിമാൻഡും സപ്ലൈ അനുസരിച്ചായിരിക്കണം. അപ്പോൾ മാർക്കറ്റ് അനുസരിച്ചാണോ എന്ത് ചെയ്യുന്നത്, പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, അതോ ഗവൺമെൻറ് പോളിസി അനുസരിച്ചാണോ? ആഫ്റ്റർ സെയിൽ സർവീസസ് സാറ്റിസ്ഫാക്ടറി. ഒരു പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഗുഡ്സ് പോലുള്ള വാഷിംഗ് മെഷീനൊക്കെ ആണെങ്കിൽ അതിനുശേഷം ആഫ്റ്റർ സെയിൽ സർവീസുകൾ കാണും ഇല്ലേ, അതൊക്കെ സാറ്റിസ്ഫാക്ടറി ആണോ? അടുത്ത കസ്റ്റമർ റിലേഷൻ. കസ്റ്റമർ കംപ്ലയിൻറ്റ് എത്തരത്തിലാണ് സോൾവ് ചെയ്യുന്നത്, വിളിച്ചാൽ ഉടനെ അതിന് റെസൊല്യൂഷൻ ഉണ്ടാവുമോ? പ്രോഡക്റ്റ് ലെവൽസിനകത്ത് സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഉണ്ടോ, അതിനകത്ത് കാര്യമായ കാര്യങ്ങളുണ്ടോ, മീൻസ് പ്രോഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഇൻഫർമേഷൻ ഉണ്ടോ? ഡസ് ദ കമ്പനി കോപ്പറേറ്റ് വിത്ത് കസ്റ്റമർ റെപ്രസെൻറ്റിംഗ് ഗ്രൂപ്പ്സ്. ഇപ്പോൾ കസ്റ്റമർ ഗ്രൂപ്പ്സ് ഉണ്ടാവും, ആ ഗ്രൂപ്പുകളുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ആണോ കാത്തു സൂക്ഷിക്കുന്നത്? ജനറൽ കൺസിഡറേഷൻ. സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് മെറ്റ്. ഫോർ എക്സാമ്പിൾ ഒരു ഇലക്ട്രോണിക് പ്രോഡക്റ്റ് ആണ്, അതിനെ തൊട്ടാൽ കറടിക്കും. അത് മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്നത് ചത്തുവും, പിന്നെ നമുക്ക് കസ്റ്റമർ ഇല്ലാതായി പോകും. എല്ലാവരും ഇത് മേടിച്ചുകൊണ്ട് ചത്തു പോയി കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും സാധനം മേടിക്കാൻ കാണും. അപ്പോൾ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് മെറ്റ്. പെർഫോമൻസ് ഗ്യാരണ്ടീസ് എക്സ്പ്ലിറ്റ്ലി സ്റ്റേറ്റഡ്. അപ്പം ഒരു സാധനം മേടിച്ച് കഴിഞ്ഞാൽ 5 വർഷം ഗ്യാരണ്ടി ഉണ്ടെന്ന് പറയുന്നു. ഇത് എക്സ്പ്ലിറ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദ ഫേസ് ഓഫ് ദ പ്രൊഡക്റ്റ് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ടോ? ഡസ് ദ പ്രൊഡക്റ്റ് വർക്ക്സ് ആസ് അഡ്വർടൈസ്ഡ്. ഇത് പരസ്യത്തിലൊക്കെ കാണിക്കുന്ന പോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് ഫാൾസ് അഡ്വർടൈസ്മെൻറ്റ് പോലുള്ള കാര്യങ്ങളിലേക്ക് കേസ് കൊടുക്കാൻ വരെ പറ്റും. അടുത്താണ് ഓഡിറ്റ് ഓഫ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. അപ്പോൾ കൺസ്യൂമർ സർവീസ് ഓഡിറ്റ് മനസ്സിലായല്ലോ. കൺസ്യൂമറുടെ പെർസ്പെക്റ്റീവിൽ നിന്നുള്ള മാനേജ്മെൻറ്റ് ഓഡിറ്റാണ്. ഈ കൺസ്യൂമർ എന്ന രീതിക്ക് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് മാനേജ്മെൻറ്റ് ഓഡിറ്റിൻ്റെ. അടുത്ത ഓഡിറ്റ് ഓഫ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ കൺട്രോൾ. ഓഡിറ്റ് ഓഫ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ കൺട്രോൾ. പൊല്യൂഷൻ ബിസിനസ്സുകൾ പലതും ലാഭം ഉണ്ടാക്കുന്നതാണെങ്കിൽ കൂടിയും കുറേയധികം പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ബിസിനസ്സുകളുണ്ട് അല്ലേ? പൊല്യൂഷൻ പലപ്പോഴും ഉണ്ടാകുന്ന എപ്പോഴാണ്? ഈ ബിസിനസ്സുകളിൽ പല പ്രോസസ്സിങ് നടക്കുമ്പോഴും പലതരത്തിലുള്ള ഹാനികരമായ കെമിക്കലും വേസ്റ്റ് പ്രൊഡക്ട്സും ഉണ്ടാവാറുണ്ട്. ഈ പ്രൊഡക്ട്സിനെ ട്രീറ്റ് ചെയ്യാതെ സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിലേക്ക് ഒഴിച്ചു വിടുമ്പോഴാണ് എന്ത് പറ്റുന്നത്? പലതരത്തിലുള്ള പാരിസ്ഥിതിക ദോഷങ്ങളും ഉണ്ടാകുന്നത്. ഇപ്പോൾ കെമിക്കൽ കായലിലൊഴിക്കുക, കടലിലൊഴിക്കുക, അല്ലെങ്കിൽ ആസിഡ് കൊണ്ടുവന്ന് വയലിലൊഴിക്കുക, അതിലൂടെ ആൾക്കാർക്ക് അസുഖം വരിക, ഇതൊക്കെ എന്താണ് വലിയ വലിയ പ്രശ്നങ്ങളാണ്. അതിനാണ് ഓഡിറ്റ് ഓഫ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ കൺട്രോൾ ഓഡിറ്റ് നമുക്ക് വേണ്ടത്. നോക്കാം. എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻവയോൺമെൻറ്റ് മീൻസ് ദ സറൗണ്ടിങ്സ്. നമുക്ക് ചുറ്റുപാടും കാണുന്നത് എല്ലാം എൻവയോൺമെൻറ്റിനെ, മരം നിൽക്കുന്ന കിളികളും മനുഷ്യരും പുഴയും അരുവിയും തോടും എല്ലാം എന്താണ്? എൻവയോൺമെൻ്റ് ആണ്. അപ്പോൾ ഇതിനെല്ലാം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പൊല്യൂഷൻ തന്നെയാണ്. സോ എൻവയോൺമെൻറ്റ് മീൻസ് എ ഫിസിക്കൽ, സോഷ്യൽ, ബയോളജിക്കൽ സറൗണ്ടിങ് വെയർ ദ ഹ്യൂമൻസ് ആസ് വെൽ ആസ് അതർ ഓർഗാനിസംസ് എക്സിസ്റ്റ്. ജീവനില്ലാത്ത സാധനങ്ങളായ കാര്യങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്ന സറൗണ്ടിങ് ആണ് എന്തെന്ന് പറയുന്നത് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ബിസിനസ് ഓൾസോ എക്സിസ്റ്റ് ഇൻ ദ സെയിം എൻവയോൺമെൻറ്റ്. നമ്മൾ ഈ ജീവിക്കുന്ന എൻവയോൺമെൻറ്റ് തന്നെയാണ് ബിസിനസ്സും നിലനിൽക്കുന്നത്. സോ ബിസിനസ് ഹാസ് സർട്ടൻ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഇറ്റ്. ബിസിനസ്സിന് കുറച്ചധികം ഉത്തരവാദിത്തങ്ങളുണ്ട് ഈ എൻവയോൺമെൻറ്റിനെ കുറിച്ച്. ഇറ്റ് ഓഫൻ ഹാപ്പൻസ് ബിസിനസ് ഡാമേജ് ദ എൻവയോൺമെൻറ്റ്, ഡംപിങ് വേസ്റ്റ്, റിലീസിങ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എക്സെട്ര. ബിസിനസ് പലപ്പോഴും എന്ത് ചെയ്യും? അവരുടെ മാനുഫാക്ചറിങ് പ്രോസസ്സിൻ്റെയൊക്കെ ഭാഗമായിട്ട് എന്ത് പറ്റും? എൻവയോൺമെൻറ്റിനെ നശിപ്പിക്കാറുണ്ട്. പുക റിലീസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കാണുന്നില്ലേ വിഷ്വൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടായിട്ടുണ്ട്. എന്താണ്? നാട് മുഴുവൻ ഫ്ലെക്സ് അടിച്ച് വെക്കുന്ന ഒരു കാര്യമാണ് വിഷ്വൽ പൊല്യൂഷൻ. നമ്മളെ നേച്ചറിൻ്റെ ബ്യൂട്ടിയെ നശിപ്പിക്കുന്ന രീതിക്ക് നമ്മൾ ഫ്ലെക്സ് അടിച്ച് ഇവിടെ എവിടെയെല്ലാം വെക്കും. ഓക്കെ, അതാ വിഷ്വൽ പൊല്യൂഷൻ എന്ന് പറയും. നോയ്സ് പൊല്യൂഷൻ, മെഷീനറിയുടെ സൗണ്ട് അതുപോലുള്ള കാര്യങ്ങൾ. എയർ പൊല്യൂഷൻ, സ്മോക്ക് അതുപോലുള്ള കാര്യങ്ങൾ റിലീസ് ചെയ്യുന്നു, അങ്ങനെ വരുന്നു. വാട്ടർ പൊല്യൂഷൻ, നദികളിലേക്ക് വേസ്റ്റുകൾ. അപ്പോൾ അതൊക്കെയാണ് ബിസിനസ്. അത് നമുക്ക് പല രീതിക്ക് എന്ത് ചെയ്യും? നാശനഷ്ടം. അപ്പം ബിസിനസ്സിൻ്റെ ഇത്തരത്തിലുള്ള എൻവയോൺമെൻറ്റിലുള്ള ഇമ്പാക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഓഡിറ്റ് ആണെന്ന് പറയുന്നത് ഓഡിറ്റ് ഓഫ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ പലതരത്തിലുള്ള പൊല്യൂഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, നോയ്സ് പൊല്യൂഷൻ, സ്മെൽ പൊല്യൂഷൻ, തെർമൽ പൊല്യൂഷൻ, വിഷ്വൽ പൊല്യൂഷൻ, ക്ലൈമറ്റ് പൊല്യൂഷൻ, റേഡിയേഷൻ പൊല്യൂഷൻ, സോയിൽ ഓർ ലാൻഡ് പൊല്യൂഷൻ. എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ല, അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് എത്തരത്തിലാണ് ഇത് എൻവയോൺമെൻറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നത്. അടുത്ത നമുക്ക് നോക്കാം എനർജി ഓഡിറ്റ്. എനർജി എന്താണ്? കറണ്ട്, വെട്ടം, ഇതൊക്കെ എന്തൊക്കെയാണ്? വെട്ടം വരുന്നത് എന്താണ്? കറണ്ടിൽ നിന്നാണ്. അപ്പോൾ കറണ്ടൊക്കെ എന്താണ്? എനർജിയാണ്. അപ്പോൾ എനർജി പല രീതിക്ക് പ്രൊഡ്യൂസ് ചെയ്യും. സ്റ്റീം എനർജി ഉണ്ട്, തെർമൽ എനർജി ഉണ്ട്, ഫോസിൽ ഫ്യൂൽ ഉണ്ട്. അപ്പോൾ പലതരത്തിലുള്ള എനർജി ഉണ്ട് അല്ലേ? അപ്പോൾ പലപ്പോഴും പല കമ്പനീസും എന്ത് ചെയ്യും? ഈ ഫോസിൽ ഫ്യൂലൊക്കെ ഉപയോഗിച്ച് എനർജി ജനറേഷൻ നടത്തും. അപ്പോഴത്തേക്കും എന്തോ ഈ ഫോസിൽ ഫ്യൂൽ ഓൾറെഡി നമ്മളെ പ്രപഞ്ചത്തിന് നാശം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, എൻവയോൺമെൻറ്റ് നാശം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ എനർജി ഓഡിറ്റും എൻവയോൺമെൻറ്റൽ ഓഡിറ്റും ഏറെക്കുറെ ക്ലോസ്ലി ലിങ്ക്ഡ് ആണ്. പലപ്പോഴും എനർജി ഓഡിറ്റും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ് ഓഡിറ്റും മെർജ് ചെയ്യാറുണ്ട്, കാരണം റിപ്പീറ്റേറ്റീവ് ഓഡിറ്റ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്താണ് എനർജി ഓഡിറ്റ് എന്ന് നോക്കാം.
എനർജി ഓഡിറ്റ് ഈസ് എ ഇൻസ്പെക്ഷൻ സർവേ ആൻഡ് അനാലിസിസ് ഓഫ് എനർജി കൺസപ്ഷൻ വിത്തിൻ എ ബിൽഡിംഗ് പ്രോസസ് ഓഫ് സിസ്റ്റം. നിങ്ങൾക്കറിയാമോ, പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളെ പല ബിൽഡിങ്ങുകളും ഇപ്പോൾ ഫുള്ളി ഗ്ലാസ് ആണ്. ഈ ഗ്ലാസ് ഉള്ള ബിൽഡിങ്സ് ഇറ്റ് ടേക്സ് മോർ എനർജി ഓർ മോർ ഇലക്ട്രിസിറ്റി. എന്തിനു വേണ്ടിയിട്ട്? കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ അവിടെ എയർ കണ്ടീഷൻഡ് ആണെങ്കിൽ സാധാരണ ഒരു ബിൽഡിങ് തണുക്കുന്നതിനെക്കാട്ടി കൂടുതൽ എനർജി വേണം ഈ ഗ്ലാസ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്ന ബിൽഡിങ് തണുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, എനർജി ഓഡിറ്റിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഫൈൻഡിങ്സ് ആണ്. സോ എനർജി ഓഡിറ്റ് ഈസ് എ ഇൻസ്പെക്ഷൻ സർവേ ആൻഡ് അനാലിസിസ് ഓഫ് എനർജി കൺസപ്ഷൻ വിത്തിൻ എ ബിൽഡിംഗ് പ്രോസസ് സിസ്റ്റം. അപ്പോൾ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സ്, മാനുഫാക്ചറിങ് പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം എത്രത്തോളം എനർജി ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഓഡിറ്റാണ്. ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ഇസ് ടു റെഡ്യൂസ് ദ എനർജി ഇൻപുട്ട് വിത്തൗട്ട് നെഗറ്റീവ്ലി എഫക്റ്റിംഗ് ദ ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിനെ ബാധിക്കാത്ത രീതിയിൽ എനർജി കൺസപ്ഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് എനർജി ഓഡിറ്റിൻ്റെ ഉദ്ദേശം. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ എനർജി കൺസർവേഷൻ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. ഒരു ബിസിനസ്സിൻ്റെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ഭൂമിക്ക് നല്ലതാക്കി വെക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു കാര്യം നല്ലതാണ്. ഫോർ എക്സാമ്പിൾ പണ്ട് നമുക്ക് കേൾക്കുമായിരുന്നു, നമ്മൾ ഇമെയിൽ അയക്കുന്നത് പോലും കാർബൺ ഡൈ ഓക്സൈഡിന് കാരണമാകുമായിരുന്നു. ഫോർ എക്സാമ്പിൾ കാരണം ആ ഇമെയിൽ അയക്കുമ്പോൾ ഉള്ള സെർവേഴ്സ് റൺ ആവുന്ന ഫോസിൽ ഫ്യൂൽസിലാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇമെയിൽ അയക്കുമ്പോൾ അവിടെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യും, അത് കാർബൺ ഡൈ ഓക്സൈഡ് കാരണമാവുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ChatGPT പോലുള്ള സെർവേഴ്സ് ഉപയോഗിക്കുമ്പോൾ ഒരു അരമണിക്കൂർ ഇഷ്ടംപോലെ വെള്ളം അത് കൂൾ ചെയ്യാൻ വേണമെന്നാണ് പറയുന്നത് അതിൻ്റെ സെർവേഴ്സ്. ഇതെല്ലാം പാരിസ്ഥിതിക ഇമ്പാക്റ്റുകളുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ഇത്തരത്തിൽ എനർജി കൺസർവ് ചെയ്യാനും കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനും നമ്മളെ സഹായിക്കും. ഇപ്പോൾ ഗ്രീൻ എനർജി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇപ്പോൾ കാർബൺ ഫുട് പ്രിൻസ് ഇല്ലാത്ത എനർജിയാണ് ഗ്രീൻ എനർജി. പല കമ്പനികളും വലിയ ബിഗ് നെയിംസ് ഇൻ ദ വേൾഡ് ആ ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ മെനി ആസ്പെക്ട്സ് ഓഫ് എനർജി ഓഡിറ്റ് ഓവർലാപ്സ് എൻവയോൺമെൻറ്റൽ ഓഡിറ്റ്, സോ വി ക്യാൻ കമ്പൈൻ ദ ബോത്ത് ടു അവോയ്ഡ് റിപ്പറേറ്റീവ് ഓഡിറ്റ്സ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനർജി ഓഡിറ്റിന് എൻവയോൺമെൻറ്റൽ ഓഡിറ്റിന് കൺസെപ്റ്റ് ഏറെക്കുറെയൊക്കെ ഒന്നാണ്. അതുകൊണ്ട് പലപ്പോഴും പലയിടത്തും ഇത് ഒന്നാക്കുകയാണ് ചെയ്യുന്നത്, കാരണം നമുക്ക് റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ഓഡിറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. എനർജി ഓഡിറ്റിൻ്റെ കീ പോയിൻറ്റ്സ് എന്തൊക്കെയാണ്? ഇംപ്രൂവ്മെൻറ്റ് ഇൻ എഫിഷ്യൻസി. നമ്മൾ പറഞ്ഞു ഇതിൻ്റെ എനർജി കൺസംഷൻ കുറയ്ക്കുക, ഔട്ട്പുട്ടിനെ വലിയ രീതിക്ക് ബാധിക്കാത്ത രീതിയിൽ. കോസ്റ്റ് സേവിങ്സ്, എനർജി കൺസംഷൻ കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? കോസ്റ്റ് സേവ് ആവും. ഫോർ എക്സാമ്പിൾ വീട്ടിൽ കറണ്ട് ചാർജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ കിടന്ന സാധാ ബൾബ് എല്ലാം മാറ്റിയിട്ട് LED ബൾബ് ആക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി കറണ്ട് കുറയും, നമുക്ക് കോസ്റ്റ് സേവ് ചെയ്യും. എനർജി കറണ്ട് യൂണിറ്റ് ആണെങ്കിലും കുറവും, വേറെ ഒരാൾക്ക് കൂടുതൽ കറണ്ട് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല, മറ്റ് നമുക്ക് വേണ്ട ആവശ്യങ്ങളിലേക്ക് ആ കറണ്ട് മാറ്റാനായിട്ട് പറ്റും. എനർജി കൺസർവേഷൻ തീർച്ചയായിട്ടും. എൻവയോൺമെൻറ്റൽ ഓഡിറ്റ്, പരിസ്ഥിതിക്ക് ദോഷമില്ലാത്ത രീതിക്ക്. ഇപ്പോൾ സൈമൾട്ടേനിയസ് ഫോക്കസ് എന്ന് ഇവിടെ പറഞ്ഞത് എൻവയോൺമെൻറ്റിനെ നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ കോസ്റ്റ് സേവിങ്ങും നോക്കുന്നുണ്ട്, എഫിഷ്യൻസിയും നോക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ എനർജി ഓഡിറ്റിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അടുത്താണ് പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ എഫിഷ്യൻസി ഓഡിറ്റ് എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് ഇതെന്ന് നോക്കാം. അസസിങ് ദ എഫിഷ്യൻറ്റ് ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് റിസോഴ്സസ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. നമുക്കറിയാം എക്കണോമിക്സ് ആണ് ബിസിനസ്, വാൺസ് അൺലിമിറ്റഡ് ആണ്, റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ നമുക്കുള്ള റിസോഴ്സസ്, വിഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എന്തൊക്കെയായിരുന്നു? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ നമ്മൾ പഠിച്ചിട്ടില്ല ഓർഗനൈസേഷൻ. ഇവിടെ 5M ആണ് പറയുന്നത് അവർ. മെൻ, അഗെയിൻ മെൻ, ഹ്യൂമൻ റിസോഴ്സിനെയാണ് മെൻ എന്ന് പറയുന്നത്. മെഷീനറി, മണി, മെറ്റീരിയൽ, മെത്തഡ്സ്. ഓക്കെ, സോ ഇതാണ് ഇവിടെ 5M എന്ന് പറയുന്നത്. ഈ 5 റിസോഴ്സസിൻ്റെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ അത് എത്തരത്തിൽ നടത്തണമെന്നറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓഡിറ്റാണ് പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ എഫിഷ്യൻസി ഓഡിറ്റ് എന്ന് പറയുന്നത്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ടു അച്ചീവ് ഒപ്റ്റിമം റിസൾട്ട്സ് ആൻഡ് ഇംപ്രൂവ് പെർഫോമൻസ്. പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. ഇത് എത്തരത്തിലാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? മെത്തേഡ്സ് യൂസ് റേഷ്യോ അനാലിസിസ് ഉപയോഗിക്കും. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ, ഇപ്പോൾ ക്യാപിറ്റലിൽ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്തു, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ. അസസ്മെൻറ്റ് ഓഫ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ, മെഷീൻ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട്. അനാലിസിസ് ഓഫ് ലേബറിൻ്റെ പ്രൊഡക്ടിവിറ്റി എഫിഷ്യൻസി അറിയാൻ പറ്റും. 10 മണിക്കൂർ ചെയ്യേണ്ട ജോലി അവൻ 5 മണിക്കൂർ ചെയ്തെങ്കിൽ അവൻ 180% ജോലി ചെയ്യുകയാണ് അല്ലേ? അപ്പോൾ അതാണ് അനാലിസിസ് ഓഫ് ലേബർ. ഇവാലുവേഷൻ ഓഫ് മെറ്റീരിയൽ കൺസ്യൂം, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അത് ഇവാലുവേഷൻ ഓഫ് മെറ്റീരിയൽ കൺസംഷൻ ആണ്. ഓക്കെ, സോ പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ് അല്ലെങ്കിൽ എഫിഷ്യൻസി ഓഡിറ്റ് കഴിഞ്ഞു. പ്രൊപ്പറേറ്റീവ് ഓഡിറ്റ്. എന്താണ് ഈ പ്രൊപ്പറേറ്റീവ് ഓഡിറ്റ്? പലപ്പോഴും ഈ പ്രൊപ്പറേറ്റീവ് ഓഡിറ്റ് നമ്മൾ ഗവൺമെൻറ് ഫണ്ട്സിൻ്റെ കാര്യത്തിലാണ്. ഫോർ എക്സാമ്പിൾ ഒരു ഹൈവേ പ്രൊജക്റ്റ് വരികയാണ്, അപ്പോഴത്തേക്ക് ഒരു ബിഡ്, പലപ്പോഴും പ്രൈവറ്റ് കോൺട്രാക്ടേഴ്സാണ് ഇതുപോലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എടുക്കുന്നത്. അപ്പോഴത്തേക്ക് ബിഡ് വരും. ഒരു ഹൈവേ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിക്വയർമെൻറ്റ്സ് പറയും. അപ്പോഴത്തേക്കും കുറേയധികം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കമ്പനീസ് എന്ത് ചെയ്യും? ബിഡ് തരും, ലേലം വിളിക്കും. അവരെന്ത് ചെയ്യും? ഒരു പ്രൊപ്പോസലുമായിട്ട് കൊണ്ടുവരും. 10 വരും, അത് സീക്രട്ടായിട്ടാണ് വരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ച് ഏതാണോ ലോവസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ഫീസിബിൾ ആയിട്ടുള്ള പ്രൊജക്റ്റ് അവർക്ക് അവാർഡ് ചെയ്യും. അപ്പോൾ ഇവിടെയൊക്കെ ഒത്തിരി മാനിപ്പുലേഷൻസ് നടക്കേണ്ട സാധ്യതയുണ്ട്. ഈ ബിഡർ അല്ലെങ്കിൽ ആർക്കാണോ കൊടുക്കേണ്ടത്, അവാർഡ് ചെയ്യേണ്ടത് തീരുമാനിക്കുന്ന ഓഫീസർക്ക് ഈ വന്ന ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിക്കാരൻ്റെ ബ്രൈബ് അല്ലെങ്കിൽ കൈക്കൂലി കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി അവർക്ക് ഫേവർ ചെയ്യുന്ന രീതിക്ക് ഈ കോൺട്രാക്ട് അവാർഡ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള
ഡിസിഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പ്രൊപ്പറേറ്റീവ് ഓഡിറ്റ്. ഡിസിഷൻ മേക്കറുടെ ഇൻറ്റൻഷൻ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള. മീൻസ് പബ്ലിക് ഇൻട്രസ്റ്റിലാണോ, പൊതു താല്പര്യപ്രകാരമാണോ ഇവിടുത്തെ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്, പൊതു താല്പര്യപ്രകാരം ആണോ ഇവിടുത്തെ തീരുമാനങ്ങൾ, ഈ ഡിസിഷൻ മേക്കറുടെ ഇൻറ്റൻഷൻ കറക്റ്റ് ആയിരുന്നു, അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓഡിറ്റാണ് പ്രൊപ്പറേറ്റീവ് ഓഡിറ്റ്. പലപ്പോഴും ഗവൺമെൻറ്റിൻ്റെ കണ്ടക്ട്സിലാണ് ഇത് ചെയ്യുന്നത്. വേസ്റ്റ്ഫുൾ എക്സ്പെൻഡിച്ചറും പബ്ലിക് മണി പബ്ലിക് ഇൻട്രസ്റ്റിനെതിരായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പ്രൊപ്പറേറ്റീവ് ഓഡിറ്റ് വരുന്നത്. ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ ഉണ്ട്, CNDG ഇന്ത്യയുടെ. അത് PSUവിൽ ചെയ്യുന്ന ഓഡിറ്റുകളെ നമുക്ക് എന്ത് ചെയ്യും, പ്രൊപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ എക്സാമ്പിളായിട്ട് എടുക്കാം. സോ പ്രൊപ്പറേറ്റീവ് ഓഡിറ്റ് അസസ് വെദർ ദ ഫിനാൻഷ്യൽ ഡിസിഷൻസ് ആൻഡ് എക്സ്പെൻഡിച്ചർ അലൈൻസ് വിത്ത് ദ പബ്ലിക് ഇൻട്രസ്റ്റ് ഓർ അക്സെപ്റ്റഡ് കസ്റ്റംസ് ഓർ സ്റ്റാൻഡേർഡ് ഓഫ് കണ്ടക്ട്. പൊതു താല്പര്യപ്രകാരമാണോ കാര്യങ്ങൾ നടത്തിയതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് എൻഷുർ പബ്ലിക് ഫണ്ട്സ് ആർ യൂസ്ഡ് ഫെയർലി ആൻഡ് എൻഷുർ ദർ ഈസ് നോ അൺഡു അഡ്വാൻറ്റേജ്. മീൻസ് ഒരു വ്യക്തിയും പബ്ലിക്കിൻ്റെ പൈസ ഉപയോഗിച്ച് ലാഭം ഉണ്ടാക്കിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്താനാണ് പ്രൊപ്പറേറ്റീവ് ഓഡിറ്റ് നടത്തുന്നത്. എക്സാമ്പിൾ ഓഫ് ദിസ് ഓഡിറ്റ് ഈസ് ഓഡിറ്റ് ബൈ ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ ഓഫ് ഇന്ത്യ ഇൻ പബ്ലിക് സെക്ടേഴ്സ്. ഓക്കെ, സോ പ്രൊപ്പറേറ്റീവ് ഓഡിറ്റ് നമ്മൾ പഠിച്ചു. ഇനി ഏറ്റവും അവസാനം വരുന്നത് എന്താണ്, കോർപ്പറേറ്റ്സ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഡിറ്റ്, CSR ഓഡിറ്റ് എന്ന് പറയും. എന്താണ് CSR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു സെർട്ടൈൻ ലിമിറ്റ്സ്, ഒരു ക്രൈറ്റീരിയ ഉണ്ട്, അത് നമ്മൾ കമ്പനി ലെവലിൽ പറയുന്ന ക്രൈറ്റീരിയ ആണ്. ആ ക്രൈറ്റീരിയ മെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചില കമ്പനീസ് നിർബന്ധമായിട്ടും CSRൽ ഏർപ്പെട്ടിരിക്കണം. ഒരു നെറ്റ് പ്രോഫിറ്റ് കുറച്ച് നിശ്ചിത ശതമാനം എന്ത് ചെയ്യണം, സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ചിലവാക്കണം. അതും ഒരു ഷെഡ്യൂൾ 7 എന്ന് പറയുന്ന ഷെഡ്യൂളിനകത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിനുവേണ്ടി ചിലവാക്കണമെന്ന് നമ്മളെ നിയമം പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തതിനകത്ത് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ, അത് കറക്റ്റായിട്ടാണോ, അതിനുള്ള ഇംപ്ലിമെൻറ്റ് ചെയ്ത കാര്യങ്ങൾ നന്നായിട്ട് നടത്തിയിട്ടുണ്ടോ, ഇതെല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ് CSR ഓഡിറ്റ് നമ്മൾ നടത്തുന്നത്. സോ അസസ്മെൻറ്റ് ഓഫ് കമ്പനീസ് പെർഫോമൻസ് ഓൺ CSR ഒബ്ജക്റ്റീവ്സ്, അതാണ് നമ്മൾ CSR ഓഡിറ്റിനകത്ത് നടത്തുന്നത്. ഇറ്റ് ഇവാലുവേറ്റ്സ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ഓപ്പറേറ്റിംഗ് ഫ്രെയിംവർക്ക് ഓഫ് CSR ഇംപ്ലിമെൻറ്റേഷൻ. ഫോർ എക്സാമ്പിൾ CSR ഒരു സ്കൂൾ വെച്ച് കൊടുക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചെന്ന് വെച്ചു, ഒരു പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എത്തരത്തിലാണ് നടത്തിയത്, സ്കൂൾ വെക്കാൻ പറ്റിയോ, എത്ര പേര് പഠിക്കാൻ വന്നു, അതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് എത്തരത്തിലാണ് അത് പ്ലാൻ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്, അതൊക്കെയാണ് എന്ത് ചെയ്യുക, ഈ CSR ഓഡിറ്റിനകത്ത് നോക്കുന്നത്. സോ എഫക്റ്റീവ്നെസ് ഓഫ് ഓപ്പറേറ്റിംഗ് ഫ്രെയിംവർക്ക് ഫോർ CSR ഇംപ്ലിമെൻറ്റേഷൻ, effectiveness of implementation of specific or large CSR projects, adequacy of internal control and review mechanisms, reliability of measure of performance, മാനേജ്മെൻറ്റ് ഓഫ് റിസ്ക് അസോസിയേറ്റ് വിത്ത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ലൈക്ക് റെഗുലേറ്ററി കംപ്ലയിൻസ്. ഇപ്പോൾ സ്കൂൾ വെക്കുമ്പോൾ തന്നെ പലതരത്തിലുള്ള റെഗുലേറ്ററി കംപ്ലയിൻസ് ആണ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കംപ്ലയിൻസ് കാര്യങ്ങൾ കുറേ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്തത്, ഇതെല്ലാം ഈ CSR ഓഡിറ്റിനകത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ CSR ഓഡിറ്റ് ഷുഡ് കവർ ദ ഫോളോയിങ് പോയിന്റ്സ് എന്ന് പറഞ്ഞത് എന്തൊക്കെ, ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ ഹ്യൂമൻ റൈറ്റ്സ്, റൈറ്റ് ടു മൂവ്മെൻറ്റ്, റൈറ്റ് ടു സ്പീക്ക്, അതുപോലുള്ള കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണം. ബിസിനസ് ബിഹേവിയർ, ബിസിനസ് നല്ല എത്തിക്സിലാണോ കൊണ്ടുപോകുന്നത്, ഹ്യൂമൻ റിസോഴ്സ്, നമ്മൾ എംപ്ലോയീസിനെ ഫെയർ ആയിട്ടാണോ ട്രീറ്റ് ചെയ്യുന്നത്, കോർപ്പറേറ്റ് ഗവൺമെൻറ്റ്സ്, ലീഗൽ രീതിക്കുള്ള കംപ്ലയിൻസുകൾ, ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റർ അപ്പോയിൻമെൻറ്റ് അതെല്ലാം നടത്തുന്നുണ്ടോ, എൻവയോൺമെൻറ്റ്, പരിസ്ഥിതിക്ക് ദോഷമില്ലാത്ത രീതിക്കാണോ ഇത് നടത്തുന്നത്, കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെൻറ്റ്, സൊസൈറ്റിയും കൂടെ നമ്മൾ ഇൻവോൾവ് ചെയ്താണോ ഈ പ്രോജക്ട്സ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത്, ഇതെല്ലാം ഈ CSR ഓഡിറ്റിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഇൻ ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ചാർട്ട് നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക, ഇത് മാത്രം മതിയാവും. ഇതിന് ശേഷം വേണമെങ്കിൽ നമ്മൾ ലാബറേറ്ററി നോട്ട്സ് നിങ്ങൾക്ക് വായിക്കാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വേണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കാം. അതിനുശേഷം പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ സെറ്റാണ്. ഓക്കെ, സോ താങ്ക് യു ഫോർ ലിസണിങ്. താങ്ക്സ് എ ലോട്ട്.